രാജ്യതലസ്ഥാനത്ത് വൻ കലാപത്തിന് പദ്ധതിയിട്ട പാകിസ്ഥാൻ ഭീകരരെ പിടികൂടിയാൽ ഒരു സംസ്ഥാന സർക്കാർ എന്തു ചെയ്യണം? ആ ഉദ്യോഗസ്ഥനെ ആദരിക്കണം. എന്നാൽ പഞ്ചാബിലെ ആം ആദ്മി സർക്കാർ ചെയ്തത് ഭീകരരെ പിടികൂടിയ ആ സത്യസന്ധനായ പോലീസ് കമ്മീഷണറെ ഒറ്റ രാത്രി കൊണ്ട് സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുകയാണ്. അമൃതസർ പോലീസ് കമ്മീഷണർ ഗുർപ്രീത് സിംഗ് ബുള്ളർക്കാണ് പഞ്ചാബ് സർക്കാർ 8ന്റെ പണി കൊടുത്തത്. പാകിസ്ഥാൻ ISIയുമായും ജെയ്ഷെ മുഹമ്മദുമായും ബന്ധമുള്ള 9 അംഗ ഭീകര സംഘത്തെ ഗുർപ്രീത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. ഇവരിൽ നിന്ന് പിസ്റ്റളുകളും പെട്രോൾ ബോംബുകളും ഒക്കെ പിടിച്ചെടുത്തു. ഈ ഭീകരർ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാട്ട സമരത്തിൽ നുഴഞ്ഞു കയറി വമ്പൻ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിരുന്നു എന്ന് ഞെട്ടിക്കുന്ന സത്യം കമ്മീഷണർ പുറത്തുവിട്ടു. ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പല സമരങ്ങളുടെയും യഥാർത്ഥ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. സമരക്കാർക്ക് തീവ്രവാദികളുമായി ബന്ധമുണ്ടെന്ന വിവരം വലിയ ചർച്ചയായതോടെ ആം ആദ്മി സർക്കാർ വെപ്രാളത്തിലായി. ഉടനെ തന്നെ കമ്മീഷണറുടെ വാക്കുകളെ തള്ളിക്കൊണ്ട് പഞ്ചാബ് പോലീസ് വാർത്താക്കുറിപ്പിറക്കി. ഇതിന് പിന്നാലെയാണ് യാതൊരു കാരണവും വ്യക്തമാക്കാതെ ബുള്ളറെ കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കി DGP ഓഫീസിലേക്ക് മാറ്റിയത്. ഭീകരരെ തൊട്ടപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഇത്രത്തോളം പൊള്ളിയത് എന്തിനാണെന്ന് ഇപ്പോൾ രാജ്യം ചോദിക്കുകയാണ്. ജന്തർ മന്ദർ ഗൂഢാലോചന വെളിപ്പെടുത്തിയത് അരവിന്ദ് കെജ്രിവാളിനെ അസ്വസ്ഥനാക്കിയോ എന്ന് മുൻ കേന്ദ്രമന്ത്രി രവ്നീത് സിംഗും ചോദിച്ചു കഴിഞ്ഞു. സത്യസന്ധനായ ഉദ്യോഗസ്ഥനെതിരെയുള്ള ആം ആദ്മി സർക്കാരിന്റെ ഈ പ്രതികാര നടപടിക്കെതിരെ പഞ്ചാബ് പോലീസിനുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ഡൽഹിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന പല സമരങ്ങളും വെറും മുഖംമൂടി മാത്രമാണെന്നും അതിനു പിന്നിൽ ISIയുടെ കൃത്യമായ രാജ്യവിരുദ്ധ അജണ്ടയുണ്ടെന്നും ഈ സംഭവം അടിവരയിടുന്നു. ജീവൻ പണയം വെച്ച് രാജ്യത്തെ രക്ഷിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഭീകരരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ബലിയാടാക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ യഥാർത്ഥ മുഖമാണ് ഇതിലൂടെ രാജ്യത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.